എല്ലാവർക്കും നമസ്കാരം. ഈ വീഡിയോ സെഷനിൽ നമുക്ക് ബാറ്ററി ചാർജിങ്ങിനെയും അതിന്റെ അറ്റകുറ്റപ്പണികളെയും കുറിച്ച് സംസാരിക്കാം. ഈ വീഡിയോ ക്ലാസ് അവസാനിച്ചു കഴിയുമ്പോൾ ചുവടെ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ പ്രാപ്തരാകും. വ്യത്യസ്ത രീതികളിൽ ബാറ്ററി ചാർജ് ചെയ്യുക. നിരന്തരമായി ബാറ്ററിക്കുണ്ടാകുന്ന അറ്റകുറ്റപ്പണികൾ നടത്തുക. എന്താണ് ബാറ്ററി? വൈദ്യുതോർജ്ജം സംഭരിക്കുന്ന ഉപകരണമാണ് ബാറ്ററി. ഈ സംഭരിച്ച ഊർജ്ജം ആവശ്യമുള്ളപ്പോഴെല്ലാം ഉപയോഗിക്കുന്നു. ബാറ്ററി എന്നത് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ജലസംഭരണ വാട്ടർ ടാങ്കിന് സമാനമാണ്. സാധാരണയായി നമ്മൾ കിണറ്റിൽ നിന്ന് വെള്ളം ടാങ്കിൽ നിറയ്ക്കുകയും ആവശ്യമുള്ളപ്പോഴെല്ലാം ഉപയോഗിക്കുകയും ചെയ്യുന്നു. അതേപോലെ തന്നെ ബാറ്ററിയിൽ വൈദ്യുതോർജ്ജം സംഭരിക്കുന്ന രീതിയെ ചാർജിംഗ് എന്നറിയപ്പെടുന്നു. സംഭരിച്ച ഊർജ്ജം വ്യത്യസ്ത ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നു. അതിനെ ഡിസ്ചാർജിംഗ് എന്ന് പറയുന്നു. ബാറ്ററിയിൽ എന്തെല്ലാമാണ് അടങ്ങിയിരിക്കുന്നത്? ജയിലിലെ സെല്ലുകളോ സ്കൂളുകളിലെ ക്ലാസ് മുറികളോ പോലെയുള്ള നിരവധി സെല്ലുകൾ കൊണ്ടാണ് ഒരു ബാറ്ററി നിർമ്മിച്ചിരിക്കുന്നത്. സെല്ലുകളെ ഇലക്ട്രോകെമിക്കൽ സെല്ലുകൾ എന്ന് വിളിക്കുന്നു. ഓരോ സെല്ലിനും അതിൻ്റെതായ വോൾട്ടേജ് അല്ലെങ്കിൽ EMF ഉണ്ട്. അവ ശ്രേണികളായി ക്രമീകരിക്കുകയും ബന്ധിപ്പിക്കുകയും ചെയ്യുന്നു. സാധാരണയായി സെല്ലിനുള്ളിൽ അവ പരസ്പരം സ്പർശിക്കാതിരിക്കാൻ രണ്ട് പ്ലേറ്റുകളോ ഇലക്ട്രോഡുകളോ പ്രത്യേകം ക്രമീകരിച്ചിരിക്കുന്നു. അവയിലൊന്ന് പോസിറ്റീവ് ചാർജ് ആണ്. ഇതിനെ ആനോഡ് എന്ന് വിളിക്കുന്നു. മറ്റേത് നെഗറ്റീവ് ചാർജ് ആണ്. ഇതിനെ കാഥോഡ് എന്ന് വിളിക്കുന്നു. ശ്രേണികളായുള്ള കണക്ഷൻ വോൾട്ടേജ് വർദ്ധിപ്പിക്കുമെന്നതിനാൽ ബാറ്ററിക്ക് ആവശ്യമുള്ള വോൾട്ടേജ് നേടുന്നതിനായി ബാറ്ററികളിലെ സെല്ലുകൾ ശ്രേണികളായി ബന്ധിപ്പിച്ചിരിക്കുന്നു. 12 ബാറ്ററി വോൾട്ടേജ് ലഭിക്കുന്നതിന് 6 2 വോൾട്ട് സെല്ലുകൾ ശ്രേണികളായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതുപോലെ നിങ്ങൾക്ക് ആവശ്യമുള്ള വോൾട്ടേജ് നേടുന്നതിന് വ്യത്യസ്ത വോൾട്ടേജുകളുള്ള വ്യത്യസ്ത എണ്ണം സെല്ലുകളെ ബന്ധിപ്പിക്കാൻ കഴിയും. ഈ സെല്ലുകൾ ഇലക്ട്രോലൈറ്റ് എന്ന ദ്രാവകത്തിൽ മുങ്ങിക്കിടക്കുന്നു. ഇതിന് വൈദ്യുതി പ്രവർത്തിപ്പിക്കാൻ കഴിയും. മുങ്ങിയിരിക്കുന്ന ഈ സെല്ലുകൾ കട്ടിയുള്ള പ്ലാസ്റ്റിക്കോ അല്ലെങ്കിൽ റബ്ബറോ കൊണ്ടുള്ള ചതുരാകൃതിയിലുള്ള ബോക്സുകളിൽ സൂക്ഷിക്കുകയും സാധാരണ 2 ടെർമിനലുകൾ പോസിറ്റീവായും നെഗറ്റീവായും അല്ലെങ്കിൽ ആനോഡും കാഥോഡുമായി പുറത്തെടുത്ത് അടച്ച് സീൽ ചെയ്യുന്നു. ബാറ്ററി എങ്ങനെ പ്രവർത്തിക്കുന്നു? രാസപ്രവർത്തനങ്ങളിലൂടെയാണ് ബാറ്ററി പ്രവർത്തിക്കുന്നത്. ബാറ്ററി ചാർജ് ചെയ്യുന്നതിൽ കൂടി വൈദ്യുതോർജ്ജം രാസ ഊർജ്ജമായി പരിവർത്തനം ചെയ്യുന്നതും ഡിസ്ചാർജ് ചെയ്യുന്നതിൽ കൂടി സംഭരിച്ച രാസ ഊർജ്ജം വീണ്ടും വൈദ്യുതോർജ്ജമായി പരിവർത്തനം ചെയ്യുന്നതും ഉൾപ്പെടുന്നു. ഒരു ബാറ്ററിക്കുള്ളിൽ ഒരു രാസപ്രവർത്തനം സംഭവിക്കുന്നു. ഇലക്ട്രോണുകൾ ഒരു ഇലക്ട്രോഡിൽ നിന്ന് മറ്റൊന്നിലേക്ക് ബാഹ്യ സർക്യൂട്ടിലൂടെ ഒഴുകാൻ തുടങ്ങുന്നു. ഇലക്ട്രോണുകൾ സഞ്ചരിക്കാൻ തുടങ്ങുമ്പോൾ വൈദ്യുതി സൃഷ്ടിക്കപ്പെടുന്നു. ബാറ്ററിയുടെ യൂണിറ്റ് എന്താണ്? ബാറ്ററിയുടെ യൂണിറ്റ് മണിക്കൂറിൽ ആംപിയർ ആണ്. ഉദാഹരണത്തിന് 100 ആമ്പ് മണിക്കൂർ AH. ബാറ്ററിക്ക് ലോഡ് ചെയ്യാൻ ഒരു മണിക്കൂറിനുള്ളിൽ 100 ആമ്പ് നൽകാനോ ഡിസ്ചാർജ് ചെയ്യാനോ കഴിയും. ഒരു 100 AH ബാറ്ററിക്ക് ലോഡ് അനുസരിച്ച് 2 മണിക്കൂറിനുള്ളിൽ 50 ആംപ്സ് അല്ലെങ്കിൽ 4 മണിക്കൂറിനുള്ളിൽ 25 ആംപ്സ് നൽകാൻ കഴിയും. ബാറ്ററിയിൽ ഏത് ഊർജ്ജമാണ് സംഭരിക്കുന്നത്? AC ആണോ DC ആണോ? AC അല്ല. ഒരു ബാറ്ററിക്ക് DC മാത്രമേ സംഭരിക്കാൻ കഴിയൂ. കാരണം AC എന്നത് സമയത്തിനനുസരിച്ച് പോസിറ്റീവും നെഗറ്റീവും തുടർച്ചയായി വ്യത്യാസപ്പെടുന്ന ഒരു ഓൾട്ടർനേറ്റിംഗ് പ്രവാഹമാണ്. ഇന്ത്യയിൽ ഓൾട്ടർനേറ്റിംഗ് കറന്റ് സെക്കൻഡിൽ 50 ആവൃത്തി ഉൾക്കൊള്ളുന്നു. ബാറ്ററികളിൽ മാറി മാറി വൈദ്യുതി സംഭരിക്കുന്നതിന് പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകൾ അല്ലെങ്കിൽ ആനോഡ് കാഥോഡ് ടെർമിനലുകൾ ഒരു സെക്കൻഡിൽ 50 തവണ മാറിക്കൊണ്ടിരിക്കണം. ഇത് അസാധ്യമാണ്. അതിനാൽ റെക്ടിഫയർ സർക്യൂട്ടുകൾ ഉപയോഗിച്ച് ACയെ DCയിലേക്ക് പരിവർത്തനം ചെയ്യുകയും അത് ബാറ്ററിയിൽ സൂക്ഷിക്കുകയും ചെയ്യുന്നു. പിന്നീട് ആവശ്യമുള്ളപ്പോൾ ഇൻവെർട്ടർ സർക്യൂട്ടുകൾ ഉപയോഗിച്ച് സംഭരിച്ച DCയെ ACയിലേക്ക് പരിവർത്തനം ചെയ്യുന്നു. DC ജനറേറ്റർ, സോളാർ പാനലുകൾ എന്നിവയിൽ നിന്നും DC വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു. ഏതെല്ലാം തരം ബാറ്ററികൾ ചാർജ് ചെയ്യാം? ഇത് ബാറ്ററിയിൽ ഉപയോഗിക്കുന്ന സെല്ലിന്റെ സ്വഭാവത്തെ ആശ്രയിച്ചിരിക്കുന്നു. 2 തരം ബാറ്ററി സെല്ലുകളുണ്ട്. പ്രാഥമിക സെല്ലുകളും ദ്വിതീയ സെല്ലുകളും. പ്രാഥമിക സെല്ലുകളെ ഡ്രൈ സെല്ലുകൾ എന്ന് വിളിക്കുന്നു. കാരണം ഇവയിൽ ദ്രാവകം ഇല്ലാതിരിക്കുകയും അവ സാവധാനം പുറന്തള്ളുകയും ചെയ്യുന്നു. പ്രാഥമിക സെല്ലുകൾ സോഡിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ പൊട്ടാഷ്യം ഹൈഡ്രോക്സൈഡ് ഇലക്ട്രോലൈറ്റായി ഉപയോഗിക്കുന്നു. ഈ പ്രാഥമിക സെല്ലുകൾ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയും, പക്ഷേ വീണ്ടും ചാർജ് ചെയ്യാൻ കഴിയില്ല. പ്രാഥമിക സെല്ലുകൾ ഡിസ്ചാർജ് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾ അവയ്ക്ക് പകരം പുതിയത് ഉപയോഗിക്കണം. പ്രധാന പ്രാഥമിക സെല്ലുകൾ ഡാനിയൽ സെല്ലുകളും ലെക്ലാഞ്ചെ സെല്ലുകളുമാണ്. പ്രൈമറി സെല്ലുകൾ ഉപയോഗിക്കാൻ എളുപ്പമാണ്. അവയ്ക്ക് അറ്റകുറ്റപ്പണി ആവശ്യമില്ല. കുറഞ്ഞ ചിലവിൽ ഇവയെ കണ്ടെത്താം. ഈ പ്രൈമറി സെൽ ബാറ്ററികൾ ക്ലോക്കുകൾ, റിമോട്ട് കൺട്രോളുകൾ, കളിപ്പാട്ടങ്ങൾ മുതലായവയിൽ ഉപയോഗിക്കുന്നു. വൈദ്യുതോർജ്ജത്തെ രാസ ഊർജ്ജമായും രാസ ഊർജ്ജത്തെ യഥാക്രമം ചാർജിംഗ്, ഡിസ്ചാർജിംഗ് എന്ന് വിളിക്കുന്ന വൈദ്യുത ഊർജ്ജമായും പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന ഇലക്ട്രോകെമിക്കൽ സെല്ലുകളാണ്
ദ്വിതീയ സെല്ലുകൾ. ചാർജ് ഉപയോഗിക്കുകയോ ഡിസ്ചാർജ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ സൾഫ്യൂരിക് ആസിഡായി ഫ്ലൂയിഡ് ഇലക്ട്രോലൈറ്റ് കാരണം ഇത് ചാർജ് ചെയ്യാനോ റീചാർജ് ചെയ്യാനോ കഴിയും. അതിനാൽ സെക്കൻഡറി സെൽ അടങ്ങിയിരിക്കുന്ന ബാറ്ററി DC വിതരണവുമായി ബന്ധിപ്പിച്ച് റീചാർജ് ചെയ്യാൻ കഴിയും. ഈ ബാറ്ററികളെ ലെഡ് ആസിഡ് ബാറ്ററികൾ എന്ന് വിളിക്കുന്നു. ഇത് വാഹനങ്ങളിലും ഇൻവെർട്ടർ സർക്യൂട്ടുകളിലും ഉപയോഗിക്കുന്നു. ഈ ബാറ്ററികൾക്ക് പതിവായി അറ്റകുറ്റപ്പണി ആവശ്യമാണ്. പ്രൈമറി സെല്ലുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ബാറ്ററിയുടെ വില കൂടുതലാണ്. ചാർജ് ചെയ്യുന്നതിനുള്ള ചാർജിംഗ് രീതികൾ നമുക്ക് ചർച്ച ചെയ്യാം. സാധാരണയായി ചാർജിംഗ് 3 വ്യത്യസ്ത രീതികൾ ഉപയോഗിക്കുന്നു. ബാറ്ററി ചാർജർ ഉപയോഗിക്കുന്നത് സ്ഥിരമായ വോൾട്ടേജ് രീതി, സ്ഥിരമായ കറന്റ് രീതി. ബാറ്ററി ചാർജർ ഉപയോഗിച്ച് ബാറ്ററി ചാർജ് ചെയ്തുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. ഇത്തരത്തിലുള്ള ബാറ്ററി ചാർജിംഗ് ഒരു ഓട്ടോമാറ്റിക് ബാറ്ററി ചാർജിംഗ് ആണ്. വ്യത്യസ്ത വോൾട്ടേജ് ക്രമീകരണങ്ങൾ ഉൾക്കൊള്ളുന്ന ഉപകരണമാണ് ബാറ്ററി ചാർജർ. അതിനാൽ ചാർജ് ചെയ്യുന്നതിനായി കണക്ട് ചെയ്തിരിക്കുന്ന ബാറ്ററിക്ക് തുല്യമായ വോൾട്ടേജ് സജ്ജീകരിക്കാൻ കഴിയും. ഓട്ടോമാറ്റിക് ബാറ്ററി ചാർജർ ഉപകരണത്തിൽ 230 വോൾട്ട് AC മുതൽ 48 വോൾട്ട് AC വരെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമറിൽ അടങ്ങിയിരിക്കുന്നു. ഈ 48 വോൾട്ട് AC ഒരു റെക്ടിഫയർ സർക്യൂട്ടിന് നൽകി 48 വോൾട്ട് DCയിലേക്ക് പരിവർത്തനം ചെയ്യുന്നു. ഈ 48 വോൾട്ടുകൾ ഒരു വേരിയബിൾ റെസിസ്റ്റർ അല്ലെങ്കിൽ റിയോസ്റ്റാറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. അതിനാൽ നിങ്ങൾക്ക് ഇത് 0 മുതൽ 48 വോൾട്ട് വരെ വ്യത്യാസപ്പെടുത്താൻ കഴിയും. നിങ്ങൾക്ക് 12 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ വേരിയബിൾ റിയോസ്റ്റാറ്റുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന നോബ് മാറ്റിക്കൊണ്ട് 12 വോൾട്ട് ബാറ്ററി ചാർജർ യൂണിറ്റ് സജ്ജമാക്കുക. ബാറ്ററി ചാർജർ യൂണിറ്റിന്റെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകളെ ചാർജിംഗ് ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവ് ടെർമിനലുകളുമായി ബന്ധിപ്പിക്കുക. ബാറ്ററി ടെർമിനലുകൾ ബാറ്ററി ചാർജറുമായി ശരിയായി ബന്ധിപ്പിച്ചിട്ടുണ്ടെന്ന് ഉറപ്പാക്കുക. ബാറ്ററി ചാർജർ യൂണിറ്റ് ഓണാക്കുക. ചാർജിംഗ് യൂണിറ്റിൽ ഘടിപ്പിച്ച വോൾട്ട്മീറ്റർ ഉപയോഗിച്ച് ബാറ്ററിയിലെ വോൾട്ടേജ് നില ഉയരുന്നതും നിങ്ങൾക്ക് കാണാൻ കഴിയും. ബാറ്ററി പൂർണ്ണമായും ചാർജ് ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ബാറ്ററിയുടെ വോൾട്ടേജ് അതിന്റെ നിലയിലെത്തുമ്പോൾ ബാറ്ററി ചാർജർ സ്വയമേ ചാർജിംഗ് വിച്ഛേദിക്കും. നിരന്തരമായി ബാറ്ററി ചാർജ് ചെയ്യുന്നത് ബാറ്ററിയുടെ ലൈഫിനെ ബാധിക്കും. അതുപോലെ നിങ്ങൾക്ക് 24 വോൾട്ട് ബാറ്ററി ചാർജ് ചെയ്യണമെങ്കിൽ ചാർജർ യൂണിറ്റിൽ വോൾട്ടേജ് 24 ക്രമീകരിച്ച് ബാറ്ററിയുമായി ബന്ധിപ്പിക്കുക. ഇപ്പോൾ ഈ രീതി കൂടുതലും ചാർജിങ്ങിനായി ഉപയോഗിക്കുന്നു. നിങ്ങളുടെ സമയത്തിന് നന്ദി. നല്ലൊരു ദിവസം ആശംസിക്കുന്നു.